നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് കുറച്ചും കൂടെ വിത്തുകൾ പാകാൻ വേണ്ടിയിട്ട്, പച്ചക്കറി വിത്തുകൾ പാകാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറേ നനച്ച് വെച്ചിരുന്നു. ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞ് നനച്ച് ഒരു പാത്രത്തിൽ, ഇതുണ്ട് ഈ ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുതിർന്ന് അങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ. ഇത് പാവൽ, പിന്നെ പയർ, നമ്മുടെ നാടൻ പയർ, ഇത് നാടൻ പയറിൻ്റെ ആണേ. പിന്നുള്ളത് വെണ്ടയ്ക്കയാണ്. ഇത് വെള്ളരിക്കയുടെയാണ്, നമ്മുടെ സാധാരണ കറി വെള്ളരിക്ക, അതാണ്. പിന്നെ ഉള്ളത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഈ 4 ഞാൻ ഇന്നലെ രാത്രിയിൽ കുതിർത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പം ഇത് നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ ആ കുതിർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു പൊടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടെ ഞാനിവിടെ ഇരുന്നിരുന്ന ഒരു പോട്ടിനകത്ത് തന്നെ, മണ്ണും എല്ലാമായിട്ട് ഇരുന്നിരുന്ന ഒരു പോട്ടിൽ തന്നെ ഇട്ട് വെച്ച് നോക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പാകിയതിനകത്ത് ഇപ്പം ഇതുവരെ അതിന് യാതൊരു അനക്കങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ സാധാരണ ചുമ്മാ മണ്ണിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മണ്ണിട്ട് അങ്ങനെ അങ്ങ് പാകുമ്പം നന്നായിട്ട് വരാറുണ്ട്. മുളകൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നട്ടത്. ഇനി മുന്നേ ചെടികൾ, നമ്മുടെ പൂച്ചെടികൾ, അങ്ങനെ 10 മണിയുടെയൊക്കെ ഇട്ടപ്പോഴും അങ്ങനെയാണ് എനിക്ക് വന്നത്. വെറുതെ മണ്ണിൻ്റെ മുകളിലോട്ട് ഇട്ടപ്പോൾ ഈ ഓരോ പോട്ടിനകത്തും നേരത്തെ ഓരോ ചെടികളൊക്കെ ഇരുന്നിരുന്ന പോട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊക്കോപ്പിറ്റും മണ്ണും പിന്നെ പെർലൈറ്റും ഇത്രയും കൂടെ ചേർത്ത് വെച്ചിരുന്നതാണ്. അത് കുറേ നാളായിട്ട് അങ്ങനെ ഇരുന്നത് കാരണം പിന്നെ ഞാൻ അതിനെ ഒരു കമ്പൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വിത്തുകൾ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇട്ടിട്ടുണ്ട്. ഞാൻ വെതറിയിട്ടില്ല, അതിലുള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ട്. അപ്പം 4 ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിന് എനിക്ക് കുഞ്ഞി ഇരിപ്പുണ്ട്. കുഞ്ഞിയുടെ ബെൽറ്റൊക്കെ പോയിരിക്കുകയാണ്. ഇനി പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഈ ഫേണിൻ്റെ മൊത്തം ഇല പോയതിൻ്റെ നാര് പോലെ ഇങ്ങനെ കണ്ടമാനം താഴോട്ട് കിളുത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്ലെയിം വയലറ്റാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നഴ്സറിയിലേക്ക് കൊടുത്ത് വിടാനായിട്ട് അതിൽ നിന്ന് കുറേ കുഞ്ഞു ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതിയല്ലോ, ഇത് പെട്ടെന്ന് പിടിച്ചോളും. അപ്പോൾ താഴെ വീണാൽ അവിടെ കിടന്നാണെങ്കിലും അത് പിടിച്ചോളും. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഒടിഞ്ഞ് നമ്മൾ ഉണങ്ങിയ ഇല വലിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് പച്ച ഒരു ഭാഗം കൂടെ വന്നു. അപ്പോൾ അതിനെ ഞാൻ അവിടെ താഴെ കുത്തി വെച്ച് അതൊന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വിനോദിന് കൊടുത്ത് വിടാം, കടയിലേക്ക് കൊടുത്ത് വിടാം. അപ്പോൾ ഞാനത് വിനോദിനോട് പറയുകയാണ്, ഇങ്ങനെ നട്ടാൽ മതി എന്നിങ്ങനെ, ഇത്രയൊരു കഷ്ണം മതി ഇത് നട്ടെടുക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന കുറേ ഉണങ്ങിയ ഇലകളെല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. മഴയാകുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങാത്ത കാരണം ഇതങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങിയതൊന്നും അങ്ങനെ അത്രയും അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം കുറച്ച് മാത്രം ഞാൻ അവിടെ പാകി വെച്ച് ബാക്കി കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ഈ ബ്രോക്കൺ ഹേർട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ചെടി കിളുത്ത് വരുന്നുണ്ട്. അപ്പം ഞാനത് നോക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് മരമുല്ലയാണ്. അപ്പോൾ വിനോദ നഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഇതിനി നട്ട് വെക്കണം. അതെവിടെയാണ് നട്ടത്? അപ്പം താഴെ മണ്ണിൽ തന്നെ, പോട്ടിലല്ലാണ്ട് മണ്ണിൽ നട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ അത്യാവശ്യം മണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് മണപ്പിച്ച് നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ അതൊന്ന് മണപ്പിച്ച് നോക്കി. അത്യാവശ്യം മണമൊക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് കുഞ്ഞെ അവിടെ താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ അവളെ കൊണ്ടുകൂടി ഒന്ന് മണപ്പിക്കണം. ഞാൻ എന്തെടുത്താലും അതെല്ലാം അവൾക്ക് മണക്കണം. അപ്പോൾ അവൾക്ക് മൂക്കില്ല, അവൾക്ക് മണമായതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ തെറ്റിയൊക്കെ, ഇത് നാടൻ തെറ്റിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി അങ്ങോട്ട് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് അതെല്ലാം കുറേ വെട്ടിയെടുത്ത് കേട്ടോ. കുറേ കമ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടിയെടുത്തു. പിന്നെ ഒരെണ്ണം വേരോടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ പെയ്യെന്ന് വലിച്ചിങ്ങനെ എടുത്തു. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടേക്ക് കൊടുത്ത് വിടാനാണ്. പിന്നെ ഇത് കലേഡിയമാണ്. അത് നിന്നിട്ട് അതിൻ്റെ ഇലയെല്ലാം വാടിയും ചിലത് പഴുത്തുമൊക്കെ പോയി. അപ്പോഴത്തേക്ക് ഞാൻ അതിനെ എല്ലാം ഒന്ന് വെട്ടിയിട്ട് അതിനെ നട്ടു വെച്ചു. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് എടുത്ത് മഴയത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി അത് അഴുകിപ്പോയാലോ എന്ന് വെച്ചിട്ട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ആദ്യം ഇവിടെ വെച്ചു. അപ്പോൾ അത് ഗേറ്റ് തുറക്കുകയാണെങ്കിൽ ആ പോട്ട് പൊട്ടിപ്പോവും. കാരണം കാറ് കയറ്റുമ്പോഴത്തേക്ക് ഗേറ്റ് ഫുള്ള് തുറക്കണം.
അന്നേരം അത് പൊട്ടിപ്പോവും. കുഞ്ഞ് വന്നിരിക്കുന്നുണ്ടോ, ഇവളിങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെടി ഇരിക്കുമ്പോഴേ ഇതിൻ്റെ ഇടയിലൊക്കെ വല്ല ഇരുന്നാൽ ഞാൻ അറിയൂലല്ലോ. അപ്പോൾ അവൾ അവിടെ വന്നിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളും. പിന്നെ ഞാൻ അതിനെ എടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ച്, അപ്പം അത് മറ്റേത് പ്ലാസ്റ്റിക് പോട്ടാണ്, അപ്പോൾ അത് അങ്ങനെ പൊട്ടിപ്പോത്തില്ല. ഇതാകുമ്പം ഗേറ്റിൻ്റെ തുമ്പ് തട്ടിയാൽ പോലും അത് പൊട്ടിപ്പോവും. പിന്നെ റബ്ബർ പ്ലാന്റിൽ കുറച്ച് പഴുത്ത ഇലയൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അതെല്ലാം പറിച്ച് ഞാൻ കളഞ്ഞു. പിന്നെ പോത്തോസ് കുറച്ച് അതും നന്നായിട്ട് വളർന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേയൊക്കെ മേളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിപ്പം അവിടെ നഴ്സറിയിൽ കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പോത്തോസും കൂടെയൊക്കെ വെട്ടിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് എങ്ങനെയാണ് നടേണ്ടതെന്ന് അവനോട്ടിന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഓരോ നോട്ടിൻ്റെ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് വെട്ടിയെടുത്തതിന് ശേഷമാണ് ഞാൻ അതിനെ ഒരു നൂല് വെച്ച് കെട്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കും കേട്ടോ. ഞാനത് ഇതിന് മുന്നത്തെ ഏതോ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ കെട്ടി വെച്ചത് ഞാൻ ഇനിയിപ്പോൾ കാണിക്കാം. അപ്പോൾ അവിടെ നിന്നിരുന്ന കുറച്ച് പോത്തോസിൽ നിന്നെല്ലാം വെട്ടിയെടുത്തിട്ട് കൊടുത്തു. പിന്നെ ഇത് മാർബിൾ പോത്തോസാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെയാണ്. അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ അതായത് ഇതുപോലെ നല്ലതായിട്ട് വേര് വരും കേട്ടോ. അതിന് ഇപ്പുറത്തോട്ടൊക്കെ നേരെ വരും. ഇപ്പം ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നത് വേര് വന്നത് താഴേക്ക് അവിടെ ഇരുന്ന് തന്നെ അത് കുറേ വളർന്നിട്ടുണ്ട്. ഇങ്ങനെ നട്ട് വെച്ചാൽ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് വരും. പിന്നെ നമുക്ക് ബുഷായിട്ട് അത് ഒരുമിച്ച് വളർത്തിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ചെടികളാണ് ഇന്ന് ഞാൻ കടയിലേക്ക് കൊടുത്തു വിട്ടത്. തെറ്റിയും പോത്തോസും അങ്ങനെയൊക്കെ, അങ്ങനെ കുറച്ച് പ്ലാന്റുകളെല്ലാം കൊടുത്തു വിട്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്